നീ എന്ത് ഭാവിച്ചോണ്ട് അടി നടക്കണേ? പുറന്നാളായിട്ട് ആ സാറിനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു തള്ളി ചായ കൊണ്ട് കൊടുക്കാൻ ഇവിടെ ആളുണ്ടാ? എത്ര നേരം വെച്ചാ കാത്തിരിക്കണേ? സാധാരണപ്പെട്ട ആളോ മറ്റാണോ? ആ പായസം ഒരു ഗ്ലാസ് പകർന്ന് അങ്ങോട്ട് കൊണ്ട് കൊടുക്ക്. അച്ഛനും സാറും കൂടാ പോയേക്കണേ. പുറന്നാളായിട്ട് സാർ നിനക്കൊരു സമ്മാനം കൊണ്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പായസം പഗരിതനേ ക്ഷമിക്കുക സ്തുതി, അരുതാത്ത സംഭവിച്ചു പോയി. എന്നെ വിശ്വസിക്കും, ഞാൻ നിന്നെ ഒരിക്കലും ചതിക്കില്ല. അമ്മാവൻ വിമാനത്തിൽ കയറിയിരിക്കുകയാണെന്ന് തോന്നണ്, ഇരിപ്പ് കണ്ടിട്ട്. അയ്യാ, നേരെ ഇത്ര ആയ ഞാൻ ആ കസ്തൂരിപ്പള്ളിന്റെ പുറനാള സദ്യ ഉണ്ടോണ്ടിരുന്ന ഇരിപ്പാ. അങ്ങ് ഉറങ്ങിപ്പോയി. നീ എന്താണ് ഉച്ചയ്ക്ക് സദ്യ ഉണ്ണാൻ വരാഞ്ഞത്? പാരമണി കൊണ്ടുപിടിച്ച് നടക്കും അമ്മാവ. നിന്ന് തിരിയാൻ നേരം കിട്ടുന്നില്ല. പിറന്നാൾ സദ്യ ഉണ്ണാൻ വന്നാ ഇന്നത്തെ ജോലി നടക്കില്ല. പെണ്ണേ, രാമനുള്ള പായസം കൊടുക്ക്. ആ പാലമണിയൊക്കെ എങ്ങനെയുണ്ടാ? പണി കാര്യമായിട്ട് നടക്കുന്നു. സിമന്റ് കിട്ടാൻ ഒരു ദിവസം താമസിച്ചത് കൊണ്ട് അന്നല്പം മന്ദഗതിയിലായിരുന്നു. ഇപ്പോ നിവരാൻ നേരമില്ല, അത്രയ്ക്ക് പണിയാ. കസ്തൂരി പുതിയ മോതിരമൊക്കെ മേടിച്ചല്ല? അമ്പലത്തിൽ പോയപ്പോ പെട്ടിക്കടക്കാരനോട് മേടിച്ചതാ.
തണുത്തുപോയി. എന്നാലും നല്ല സ്വാദുണ്ട്. കഴിഞ്ഞ പിറന്നാളിന് സത്യമോനുണ്ടായിരുന്നു. ആ അവന് ലൂബ് കിട്ടിയാലേ വേണക്കൊ. സത്യന്റെ എഴുത്തൊന്നും വന്നില്ലേ മാമ? എഴുത്ത് വിടൊരു കുന്തവുമില്ല. ഒരു 100 രൂപ കസ്തൂരിപ്പെണ്ണ് അയച്ചു. പണി കയറിയിട്ട് കുളിച്ചില്ല. ഞാൻ പോയണം മാമ. പിറന്നാൾ സദ്യ ഉണ്ട് ദഹിക്കാൻ. ഒരു 2 രൂപ കായ് തരാൻ പട്ടിയില്ല. എന്റെ സത്യമോ വന്നിട്ട് വേണം എല്ലാം നീർവീഴ്ചയും മാറ്റാൻ. മണിയാറോ കത്തോ? അല്ല, കത്താണ്. മണിയാറായിരുന്നു ഈ തുകയെങ്കിലും അറിയായിരുന്നു. ഇതിനകത്ത് എന്ത് കുന്തമാണെന്ന് ആർക്കറിയാം. ആ കസ്തൂരിപ്പെണ്ണാണെങ്കിൽ അച്ചടി പഠിക്കാൻ പോയിരിക്കുക. വിവരമറിയാൻ എന്താ ഒരു മാർഗം? ആ മാലിപ്പെണ്ണെ കൊണ്ട് വായിപ്പിക്കാം. മാലിപ്പെണ്ണേ ഇതാണ്ട ഈ കത്തൊന്ന് വായിച്ചേ. സത്യമോന്റെ കത്ത. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും കസ്തൂരിയും വായിച്ചറിയുവാൻ സത്യൻ എഴുതുന്നത്, ഈ മാസം 15-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടും. 20-ാം തീയതി അവിടെ എത്തും. 2 മാസത്തെ ലീവുണ്ട്. ഈ പ്രാവശ്യം കസ്തൂരിയുടെയും ദാമുവിന്റെയും എന്റെയും മാലുവിന്റെയും വിവാഹം നടത്തണം. പെണ്ണിന്റെ ലജ്ഞ കണ്ടില്ലേ? പൊന്നുമോൻ ലൂവിന് വരുമ്പം കൊണ്ടുവരണ കറുത്ത കള്ളു കുടിച്ചിട്ട് വേണം അച്ഛന്റെ നീരുവീഴ്ച മാറ്റാൻ. ഒന്ന് വേഗം വേണം മക്കളെ. എന്റെ മോനെ, നീ വരാൻ താമസിച്ചപ്പോ അമ്മയുടെ നെഞ്ചു പടപടാന്ന് അടിക്കായിരുന്നടാ. ഓ, ഇനി തള്ളയുടെ ഒരു പൂക്കണ്ണീര് പ്രവാഹമുണ്ട്. നീ പോടാ, സ്നേഹമില്ലാത്തവൻ. വർഷാവർഷം നീ ലൂവിന് വരുന്നത് നോക്കി നിൽക്കുക. ഞാൻ തമാശ പറഞ്ഞതല്ലേ എന്റെ പൊന്നമ്മച്ചല്ലേ. ഒന്ന് ചിരിച്ചേ, ചിരിച്ചേ. നീ പോടാ പട്ടി. ഇവളങ്ങ് കയറി തടിച്ചു കൊഴുത്തു പോയല്ലോ അമ്മേ. എന്റെ മോളെ വല്ലതും പറഞ്ഞ് കണ്ണു വെച്ചാലുണ്ടല്ലോ, കയ്യാ കാലാ വളരണേന്ന് നോക്കി വളർത്തിയതാ ഞാൻ. അച്ഛനൊരു കത്തവും വേണം. ഇത് ദാമുന്. എനിക്കെന്തിനാണ് ഇതൊക്കെ? എത്രയായാലും എന്റെ പെങ്ങളെ കെട്ടാൻ പോണല്ലേ. പിടിച്ചോ. ഇത് ഓപ്പയ്ക്ക്. ഇത് അമ്മയ്ക്ക് മാത്രം ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. അതെ, തള്ളയുടെ മുഖം ഭംഗിയത് കണ്ടോ? നീ പോടാ കടിയാ. അയ്യോ, എന്റെ അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കും അമ്മേ. നീ എനിക്കിതൊന്നും കൊണ്ടുവരണ്ടില്ലായിരുന്നു മമ്മി. സത്യമോനെ, മറ്റവനെ കൊണ്ടുവന്നില്ലയോ? എന്ത്? അച്ഛൻ കാറമ്പൻ. ഓ, അവൻ. അത് ശരി. ഇങ്ങനെ ഇത് മുഴുവൻ കുടിച്ച് തീർക്കും, ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാൻ. അതിങ്ങി താ പൊന്നെ. ആവശ്യം വരുമ്പോ ഞാൻ കൊറേ ചോദിച്ചു. ഞാനങ്ങനെ ഉയർന്നൊരു മേജറാണ്. അളിയോ, ഇപ്പൊ എനിക്ക് ഈ പ്രൊമോഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് അളിയന് വല്ല വിവരമുണ്ടോ? ഈ അളിയന് ഒരു വിവരവും ഇല്ല കേട്ടോ. എന്നാ ഞാൻ പറഞ്ഞു തരാം, കേട്ടോ. ഈ ലഡാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റി കേട്ടോ? അച്ഛൻ കേട്ടിട്ടുണ്ടോ? ഈ ലഡാക്കില് ഭയങ്കര യുദ്ധം നടക്കുന്ന സമയം. ആ സമയം നോക്കി എനിക്കൊരു ശങ്ക. ഞാൻ അടുത്ത് മരത്തിന്റെ ബോട്ടിലോട്ടാക്കിയിരുന്നു. അപ്പോഴുണ്ട് ഒരുത്തൻ ആരാ ആരാ
ആരാ? എനിമി, ശത്രു, ശത്രു. ഞാൻ ആ ഈഴുന്ന ഇരിപ്പിലിരുന്ന് എന്റെ തോക്കിനില്ല, പക്ഷെ തോക്കിലുണ്ടയില്ല. ഞാൻ ആലോചിച്ചു. ഞാൻ എന്റെ 2 പോക്കറ്റിലും കൈയിട്ടു. തലവേദനയ്ക്കുള്ള 2 ഗുളിക ഞാനത് ഉടനെ എടുത്ത് തോക്കിൽ നിറച്ചു. ചൂണ്ടി. ആരാ? മാമൻ. അതല്ലടാ, എനിമി. ഈ ചേട്ടന്റെ ഒരു പുളുവടി. ഓടി അവിടുന്ന്. ആ എനിമീനെ തട്ടിയാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത്. എനിമിയുടെ തലവേദന മാറിയിട്ടുണ്ടാവും. ഓഹോ, നീ എന്നെ വാരിയാണല്ലേ? അളിയ, അളിയോ, എന്റെ ഈ പെങ്ങള്, എന്റെ പൊന്നു പെങ്ങള് എന്നെ അവമാനിച്ചളിയ. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇനി മുതൽ ഒരു തുള്ളി വേണം ഞാൻ കഴിക്കൂല. ഞാൻ പറഞ്ഞു. സത്യന് മിലിറ്ററിയിൽ ഏത് വകുപ്പിലാ ജോലി? അല്ല, എന്റെ ഒരു ബന്ധുക്കാരനുണ്ട്. പുള്ളി കഴിഞ്ഞ മാസം ലീവ് കഴിഞ്ഞ് പോയതേ ഉള്ളു. നിങ്ങൾ തമ്മിൽ അറിയുമോന്ന് അറിയാനാ. ഞാൻ ഇത്തിരി ഉയർന്ന പോസ്റ്റിലാ. അതെയോ, അതാ ഒരു സിഗരറ്റ് പിടി. ഇവിടെ വീടും കളിയോ? എന്നാലും ഇതൊന്ന് പിടിയോ. ഒരു ചായ. പിന്നെ ഈ മിലിറ്ററി എന്ന് പറഞ്ഞാൽ പല വകുപ്പുകളും പല ഗ്രൂപ്പുകളും ചേർന്നുണ്ടായിട്ടുള്ളതാണ്. മേജർ, ക്യാപ്റ്റൻ, ജമേദാർ, പിന്നെ ഈ സാധാരണ സോൾഡിയർ. ഇതിലേത് ഗ്രൂപ്പിലാണെന്ന് അറിയാതെ ആളെ എങ്ങനെ തിരിച്ചറിയാനാ? ശരി, പോ. ചായയുടെ പൈസ. അവന്റെ ഒരു പോക്ക് കണ്ടില്ലേ? മിലിറ്ററിയിൽ വല്ല അരിവെപ്പും ആയിരിക്കും ജോലി. ഭയങ്കര ജാട. ഞാൻ പണിസ്ഥലത്തേക്കൊന്ന് പോയാണ്. നീ ഉച്ചക്ക് അങ്ങോട്ട് വാ. ശരി, എന്നാ പോ.